അവൻ ഒരിക്കലും ഒരു വ്യക്തിയെ പ്രാർത്ഥന കേൾപ്പിച്ചിട്ടില്ല. നമ്മെ വിളിച്ചിരിക്കുന്ന വിളി, നാം സേവിക്കുന്ന ദൈവം, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നവനാണോ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാണോ? അവൻ അസാധ്യമായി യാതൊന്നുമില്ല. അവൻ സകലത്തിലും മറുപടി നൽകുവാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ ഈ വ്യക്തിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന ആഗ്രഹമുണ്ടായതായി നമ്മൾ കാണുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തി പ്രാർത്ഥിച്ചത് നമ്മൾ കേൾക്കുന്നില്ല. എന്നാൽ മറ്റൊന്ന് ഇവിടെ വെളിപ്പെടുന്നുണ്ടോ? ഈ വ്യക്തി സൗഖ്യം പ്രാപിക്കണമെന്നും ഇവന്റെ ജീവിതത്തിൽ ഇവൻ കർത്താവിന്റെ നാമത്തിന്റെ സാക്ഷിയായി തീരണമെന്നുമുള്ള 4 പേരുടെ ആഗ്രഹമാണ്. അവർ 4 പേർ ഒരുമനപ്പെട്ട് ചിന്തിച്ചത് കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിന് മേൽ വിടുതൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നുവെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ 4 അല്ല 40 പേർ കൂടിയാലും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലും വെളിപ്പെടുകയില്ല. നമ്മുടെ 40 കൂടിയത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. എന്നാൽ 4 കൂടിയത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഇതാ പക്ഷവാത രോഗി സൗഖ്യമായി തീർന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയപ്പെടുന്നത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്, ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? ഹല്ലേലൂയ. എന്നാൽ തിരുവചനം പറയുന്നു, അവൻ പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കാരണം എന്താ? ദൈവം പറയുന്നു, ഞാൻ പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിന്റെ മേൽ പാപഭംഗിലമായ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അപ്പൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ടോ? മകനെ, മകളെ, നിന്റെ അവസ്ഥകളിൽ നിന്ന് മടങ്ങി വരാൻ നീ തയ്യാറെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തുടങ്ങും. നിന്നെ കാണുന്ന ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. നിന്നെ കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും നിന്നോട് കൂടെ നടക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടോ അവർ ഒന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങും, ഈ മനുഷ്യനോടുകൂടെ ഒരു ദൈവമുണ്ടോ? ഈ മകളോടുകൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഒരു ശത്രുവിനെ ഇവിടെ തകർക്കാൻ കഴിയുകയില്ല. ഇവൾ വിചാരിച്ചാൽ അനേകർക്ക് ആശ്വാസം പകരുവാൻ കഴിയും. ഇവൾ